ഇനിയും വിശ്വസിക്കാനാവുന്നില്ല ഗസക്ക്. തങ്ങളുടെ മേൽ നിരന്തരമായി പെയ്തുകൊണ്ടിരുന്ന മരണവർഷത്തിന് അറുതിയാവുമെന്നോ? തൊണ്ടക്കുഴിയോളം വിങ്ങി നിൽക്കുന്ന സങ്കടത്തിൻ്റെ അകമ്പടി നിറഞ്ഞൊരു സന്തോഷം അവരിൽ നിന്നും ദൈവസ്തുതിയായി പുറത്തേക്കൊഴുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു വലിയവനാണ്, അവനാണ് സർവസ്തുതിയും. ഗസൻ തെരുവുകളിൽ അങ്ങനെ 465 ദിവസങ്ങൾക്ക് ശേഷം ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും തക്ബീർ ധ്വനികൾ ഉയരുകയാണ്. അവിടുത്തെ ആകാശത്ത് ആഹ്ലാദത്തിൻ്റെ വിവിധ വർണ്ണങ്ങൾ ചിന്നിച്ചിതറുകയാണ്. വല്ലാത്തൊരു സംഘർഷഭരിതമായ മാനസികാവസ്ഥയാണിപ്പോൾ. സന്തോഷമോ സങ്കടമോ അറിയില്ല, സമ്മിശ്ര വികാരം. ഞങ്ങളുടെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണിപ്പോൾ. ഫലസ്തീൻ മാധ്യമപ്രവർത്തകനായ ഷുറൂഖ് ഷഹീൻ പറയുന്നു. നേരത്തെയും നിരവധി സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ. പ്രതീക്ഷയുടെ വക്കോളം ഞങ്ങൾ എത്തിച്ചിട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടും. പിന്നെ 10 മടങ്ങ് ഭീകരമായ ആക്രമണങ്ങൾ ആരംഭിക്കും. എന്നാൽ ഇത്തവണത്തെ തീരുമാനം നടപ്പിലാക്കുമെന്നൊരു പ്രതീക്ഷയും ഇതോടൊപ്പം അവർ പങ്കുവെക്കുന്നുണ്ട്. അത്രമേൽ സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് മേലുണ്ട്, ഷഹീൻ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾക്കിനി ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ ശ്വസിക്കണം. യുദ്ധവിമാനങ്ങളുടെ ഭീകര ശബ്ദങ്ങൾ കേൾക്കാതെ ഭീതിയില്ലാതൊന്ന് കിടന്നുറങ്ങണം. ഏതു നേരവും ബോംബ് വീണേക്കാമെന്നൊരാദിയിൽ തുറന്നുവെച്ച കൺപോളകൾ സമാധാനത്തോടെ ചേർത്തടക്കണം. ഗസക്കാർ പറയുന്ന വാക്കുകളാണിത്. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ജീവിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ, അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കരുത്തിൽ പരുക്കേറ്റവരെ ചേർത്ത് പിടിച്ച് ഈ കോൺക്രീറ്റ് കൂനുകൾക്കിടയിൽ നിന്ന് എല്ലാ വിഷമതകളെയും മാറ്റിവെച്ച് ഞങ്ങൾ ജീവിച്ചു തുടങ്ങും. ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ഉറക്കെ പറയുന്ന വാക്കുകളാണിത്. ഫിനിക്സ് പക്ഷികളാണ് ഞങ്ങൾ. ഉയർത്തെഴുന്നേൽപ്പുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഞങ്ങളെ അവർ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടേതായ എല്ലാം കവർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ തിരിച്ചു വന്നു. അവർ തകർത്തതിന് മേൽ ഞങ്ങൾ പുതിയ ജീവിതം കെട്ടിപ്പടുത്തു. ഇനിയും അത് തന്നെ സംഭവിക്കും. അവർ നശിപ്പിച്ച ഭൂമിക്ക് മേൽ ഞങ്ങൾ വീണ്ടും പൂങ്കാവനങ്ങൾ തീർക്കും. അവർ മലിനമാക്കിയ വായുവിൽ സുഗന്ധങ്ങൾ പരക്കും, ഒലിവുകൾ പൂക്കും. അധിനിവേശത്തിൻ്റെ അന്ത്യം വരെ ഇതുതന്നെ സംഭവിച്ചു കൊണ്ടിരിക്കും. ഇസ്രായേലിൻ്റെ ഒരായുധത്തിനും തകർത്ത് കളയാനാവാത്ത അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് ഗസ ഈ വാക്കുകളെല്ലാം പറയുന്നത്. ഗസയിൽ ഇപ്പോൾ പ്രതീക്ഷയുടെ നിറമുള്ള പൂത്തിരി കത്തുകയാണ്. ആഹ്ലാദാരവങ്ങൾക്ക് മേലെയും സയനിസ്റ്റ് ഭീകര ഭരണകൂടം ബോംബുകൾ വർഷിക്കുന്നുണ്ട്. വെടിനിർത്തൽ നടപ്പിലാക്കുവോളം ആവുന്നത്ര കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിൻ്റെ നടപടി. എന്നാൽ അവിടുത്തെ കുഞ്ഞുമക്കളെ ഇപ്പോൾ ഇതൊന്നും ബാധിക്കുന്നേയില്ല. തകർന്നടിഞ്ഞതെങ്കിലും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കിനാവ് കണ്ട് തങ്ങളുടെ സ്കൂളുകളും ആശുപത്രികളും വീണ്ടും ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയെ ചേർത്ത് വെച്ച് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുച്ചൂടും നശിപ്പിക്കാൻ ഉറമ്പിട്ടിറങ്ങിയ ഭീകരർക്ക് മുന്നിൽ തല ഉയർത്തുന്നവരാണ് ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും. ഗസ, അവിടുത്തെ കുഞ്ഞുങ്ങൾ എക്കാലവും ലോകത്തിനു മുന്നിലുണ്ടാകും. സ്ഥൈര്യത്തിൻ്റെ, ശൗര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രതീകമായി. അതെ, ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും മറ്റൊരു നാമമാണ് ഗസ.